ഈ ഹാമ്പർ റിസീവ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് നമുക്കൊക്കെ അത്യാവശ്യം അറിയുന്ന ഒരാൾ തന്നെയാണ്. ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. പക്ഷെ ആളുടെ പേര് ഞാനിവിടെ റിവീൽ ചെയ്യുന്നില്ല. ഹായ് ഗൈസ്, ഞാൻ ആര്യ. 6 മാസമാവുന്നു റാപ്ഡ് വിത്ത് ലവ് ഹാമ്പേഴ്സിൻ്റെ ബിസിനസ് ജേർണി സ്റ്റാർട്ടായിട്ട്. എനിക്ക് ഈ 6 മാസത്തിലുണ്ടായിട്ടുള്ള ഒരു മോശപ്പെട്ട ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്നെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഫെബ്രുവരിയിൽ നമ്മുടെ വാലന്റൈൻസ് ഡേ സമയമായപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ വാലന്റൈൻസ് ഡേ ഹാമ്പേഴ്സ് ലോഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരുപാട് റഷ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറേ ബർത്ത്ഡേയ്സും ആനിവേഴ്സറീസും അങ്ങനെ കുറേ ഓർഡേഴ്സൊക്കെ വന്നായിരുന്നു. അപ്പം ഇങ്ങനെ ഞാൻ വേറെ ഹാമ്പേഴ്സിൻ്റെ തിരക്കിൽ നിൽക്കുന്ന സമയത്താണ് എന്നെ ഈ കസ്റ്റമർ വിളിക്കുന്നത്. എനിക്ക് ആളെ കുറച്ച് ദിവസങ്ങളിലെ ഒരു പരിചയമുള്ള ഒരാളായിരുന്നു. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ലൈക്ക് ഒരു ഹാമ്പർ ചെയ്യണം, വാലന്റൈൻസ് ഡേ ഹാമ്പറാണ്, ഭയങ്കര അർജൻറ്റാണ്, ഇന്ന് തന്നെ ആൾക്ക് കൊറിയർ അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അതെങ്ങനെയാണ്, ലൈക്ക് ഇത്ര പെട്ടെന്ന് ഓർഡർ തന്നാൽ നമുക്കത് ഭയങ്കര പാടായില്ലേ, എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല ഇത് ഭയങ്കര അത്യാവശ്യമായിരുന്നു, ഇന്ന് തന്നെ സംഭവം കിട്ടിയാലേ കാര്യമുള്ളൂ, അയച്ചാലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ഓർഡർ തന്ന കസ്റ്റമർ പ്രത്യേകം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഹാമ്പർ കൈ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ആ ആളെ കൊണ്ട്, അതായത് ആ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിനെ കൊണ്ട് നല്ല രീതിയിൽ ഇതിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്ത് റിവ്യൂ ഒക്കെ ഇട്ട് റീൽ ഇടുമ്പോഴാണെങ്കിലും പേജൊക്കെ ടാഗ് ചെയ്ത് നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ അതൊരു നല്ല കാര്യമാണ്, എൻ്റെ ഹാമ്പറിന് അല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡിന് അത്രയും കൂടി ഗ്രോത്ത് വരാനുള്ള ഒരു നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി അത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഫാക്ടർ തന്നെയാണ്. കുറച്ച് മണിക്കൂറുകൾ കൂടി ഉള്ളൂ, അതിനുള്ളിൽ ഹാമ്പർ കൊറിയർ അയക്കുകയും ചെയ്യണം. 7:15 ആകുമ്പോഴത്തേക്കും കൊറിയർ ഓഫീസും അടയ്ക്കും. അപ്പോൾ എനിക്ക് ഈ ഹാമ്പറിൻ്റെ കൂടെ തന്നെ വേറെ 3 ഹാമ്പേഴ്സിൻ്റെ ഐറ്റംസും പർച്ചേസ് ചെയ്യാനുണ്ട്. ഇതെല്ലാം ഞാൻ ആ സെയിം ഡേ തന്നെയാണ് പോയി പർച്ചേസ് ചെയ്യേണ്ടത്.